ശരീരവും മനസ്സും അല്ലെങ്കിൽ മസ്തിഷ്കവും രണ്ടായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ്. കണ്ണിടുന്നു, പൊട്ടിടുന്നു, ലിപ്സ്റ്റിക് ഇടുന്ന പുരുഷന്മാരുണ്ട്. ഉണ്ട്. അതുകൊണ്ട് അവര് ട്രാൻസ് ആണോ? നീ പെണ്ണാണ്, പെണ്ണായിട്ട് ജനിച്ചാൽ അങ്ങനെ ഇരുന്നാൽ മതി എന്നങ്ങോട്ട് സ്ഥാപിക്കരുത്. അത്ര ചെറുപ്പത്തിലേ നമ്മൾക്ക് മനസ്സിലായി തുടങ്ങും. 3 വയസ്സ് മുതൽ എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ദാറ്റ്സ് ദേ അണ്ടർസ്റ്റാൻഡ് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ജീവനേക്കാൾ വലുതാണ് ആത്മാഭിമാനമായി മാറുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നു ആളുകൾക്ക്. കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരേ ഒരു വഴി ഞാൻ തന്നെ ഗർഭം ധരിച്ച് പ്രസവിക്കണം എന്നാണോ? അങ്ങനെയില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ സ്കാൻ ചെയ്താൽ ഗേ ആണോ എന്നറിയാൻ പറ്റുമോ? ട്രാൻസ് ആണെന്ന് അറിയാൻ പറ്റുമോ? ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. റീകൺസ്ട്രക്ഷൻ ഓഫ് പീനസ് ഓർ വെജൈന അല്ലെങ്കിൽ വൾവ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് പ്രോസസ്. അത് കയ്യിലൊരു ഇച്ചിരി മുറിവ് വെച്ചോണ്ട് നോക്കിക്കേ. പിന്നെ പീനസ് ഒക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മൂത്രം ഒഴിക്കണം. ശരിക്കും പറഞ്ഞാൽ അവരുടെ ലിബിഡോ കുറയുക ചെയ്യുന്നത്. എന്നുവെച്ചാൽ അതൊരു സൈഡ് എഫക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ കാലങ്ങൾ റെഡിയായി പതുക്കെ ട്യൂണിൻ ചെയ്തിട്ടാണ് അവരങ്ങനെ വരിക. അവരുടെ മെയിൻ നീഡ് എന്ന് പറയുന്നത് ഇന്റർകോഴ്സ് നടക്കലല്ല. ചെറുക്കനായിട്ട് സാരി എടുത്താൽ പെണ്ണ് പോകണം, ഭ്രാന്താണെന്ന് പറയുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മാറിയാൽ തന്നെ എൻ്റെ കാര്യം റെഡി ആയില്ലേ? അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അമൃത കെ ഫ്രാൻസിസ് ആണ്. നമസ്കാരം. ഹലോ. നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് കേൾക്കുമ്പോൾ എപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണ വരാറുണ്ട്. എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലർക്കും അറിയില്ല. ഇപ്പം ബിഗ് ബോസുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച നടന്ന സമയത്ത് നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ആണ്. ഇവരെ കണ്ട് നമ്മുടെ കുട്ടികൾ വഴിതെറ്റും, അല്ലെങ്കിൽ ഇവരെ അനുകരിക്കും, ഇത്തരം ഭയങ്കര വാദങ്ങളുണ്ട്. നമ്മൾ എത്ര തവണ ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു പ്രശ്നം ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് സംസാരിക്കാമെന്ന്. അപ്പോൾ ആരാണ് ട്രാൻസ്ജെൻഡേഴ്സ്? ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജെൻഡർ, ഓക്കെ, അതായത് ഇപ്പം ഞാൻ ഫീമെയിൽ ആണ്, അപ്പം ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഐ ഹാവ് മൈ ഫീമെയിൽ സെക്സ് ഓർഗൻസ്, ഓക്കെ, വിച്ച് ഇസ് യൂട്രസ് ഉണ്ട്, പുറത്തേക്ക് വൾവ, വജൈന, അങ്ങനെയുള്ള ഓവറീസ് എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഞാനാണ് സ്ത്രീ. അപ്പം ഇത് കുഞ്ഞാവായിട്ട് ജനിക്കുമ്പോഴത്തേനും നമ്മൾ എന്താ പൊക്കി നോക്കുന്നു, എന്നിട്ടാണല്ലോ നമ്മൾ പറയാം. അതെ, ജസ്റ്റ് എൻ്റെ വെറുതെ പറയാണ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം ഞാൻ കുഞ്ഞാവായിട്ട് ജനിച്ചപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ പെൺകുട്ടിയുടെ ഓർഗൻ കണ്ടപ്പോൾ ഇത് കുട്ടിയാണ്, പെൺകുട്ടി എന്ന് പറഞ്ഞു. അത് പുറമേ ഉള്ള സാധനമാണ്. ഓക്കെ, യുവർ ഓർഗൺ. അത് കണ്ടിട്ടാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഇത് ആ കുട്ടിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. ഡോക്ടർമാർ അല്ലെങ്കിൽ നഴ്സുമാർ അല്ലെങ്കിൽ പാരൻസ് ആണ് ഇത് പറയുന്നത്. ജെൻഡർ ഐഡൻറ്റിറ്റി ആണ് ട്രാൻസ് ആണോ ബൈനറി ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. വിച്ച് മീൻസ് ബിഗ്ഗസ്റ്റ് സെക്സ് ഓർഗൺ ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ബ്രെയിനാണ്. ബ്രെയിനാണ് പറയുക താൻ ഫീമെയിലാണ് അല്ലെങ്കിൽ മെയിലാണ് എന്നൊക്കെ. അപ്പം ഞാൻ ജനിച്ചപ്പം ഞാൻ ഫീമെയിലാണ് ആൻഡ് മൈ ബ്രെയിൻ ഇസ് ടെല്ലിങ് മീ ദാറ്റ് യു ആർ ഫീമെയിൽ. ഫീമെയിലിൻ്റെതായിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സുമാണ് എനിക്കുള്ളത്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പം നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇപ്പം എന്നെയും തന്നെയും പോലെയുള്ള ആളുകൾ. അങ്ങനെ അല്ലാതെ ഇപ്പം ഫീമെയിലായിട്ടുള്ള സെക്സ് ഓർഗൻസ് ആണ് ഉള്ളത്. പക്ഷേ നമ്മുടെ തോന്നൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ പുരുഷനാണെന്നാണ്. ദർ ഇസ് എ ക്ലാഷ്. അങ്ങനെ ശരീരവും മനസ്സും അല്ലെങ്കിൽ മസ്തിഷ്കവും രണ്ടായിട്ട് സംസാരിക്കുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോഴും തോന്നും എനിക്കൊരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്നെനിക്ക് എൻ്റെ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾക്ക് സൊസൈറ്റി പെൺകുട്ടികളെ കെട്ടിയിടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ട്രാവൽ ചെയ്യുന്നതിലായിക്കോട്ടെ, ഇപ്പം ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും, പക്ഷെ ഭക്ഷണം കഴിക്കുന്നതിലായിക്കോട്ടെ, രാത്രി എന്തിനും നമുക്ക് വീട് തൊട്ട് നമ്മൾ വളർന്നു വരുന്ന എല്ലാ ഘട്ടങ്ങളിലും നീ ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തുറിച്ചു നോട്ടങ്ങളെ വരെ നമുക്ക് ഭയക്കേണ്ടി വരും. നമ്മൾ രാത്രി കൊച്ചിയിൽ ഇറങ്ങി നിന്നാൽ നമ്മുടെ അടുത്ത് ആളുകൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുകയാണ് ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആണെന്ന്. അപ്പം അങ്ങനെ പെൺകുട്ടികൾക്ക് ഫീൽ ചെയ്ത് അവർക്ക് തോന്നണം ഓക്കെ ഞാനൊരു ആൺകുട്ടിയായിരുന്നു ആവേണ്ടത് എന്നൊരു തെറ്റിദ്ധാരണ അവരുടെ ഉള്ളിൽ വളരാനുള്ളൊരു സാധ്യതയുണ്ടോ? നോക്കൂ, അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ മൈക്ക് എന്ന് പറഞ്ഞൊരു മൂവി. അതെ, ഓക്കെ, അനശ്വരരാജന്റെ മൂവി. അതാണ് ഇപ്പോൾ ക്രിസ്ത്യനെ പറഞ്ഞ സംഭവം. ഇതിനകത്ത് ജെൻഡർ, അപ്പോൾ ഇത് താഴേന്ന് തുടങ്ങേണ്ടി വരും. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് ആണ്. അതിനകത്ത് മെയിൽ ഫീമെയിൽ ഇന്റർസെക്സേ ഉള്ളൂ, വിച്ച് ഇസ് XX, XY ആൻഡ്
എക്സ് ഡിഫറെൻ്റ് ആണ്. ബട്ട് ചിലപ്പം എക്സിൽ തന്നെ യൂട്രസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ XYയിൽ തന്നെ എന്തെങ്കിലും അത് ബയോളജിക്കൽ ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതാണ് സെക്സ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ ബൈനറി അല്ല, അതൊരു അംബ്രല്ല ടേം ആണ്. ഓക്കെ, അത് ഫീമെയിൽ ഉണ്ടാകാം, മെയിൽ ഉണ്ടാകാം, പിന്നെ ക്യൂർ ഉണ്ട്, LGBTQIA+, വി ഡോണ്ട് നോ യെറ്റ് എന്നുള്ളതാണ്. ഇതെല്ലാം വരുന്ന സാധനമാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഇനി ജെൻഡർ ഐഡൻറ്റിറ്റി എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ സാരി ഉടുക്കുന്നു എന്നുള്ളത് എക്സ്പ്രഷനാണ്. ഓക്കെ, കണ്ണിടുന്നു, പൊട്ടിടുന്നു, ലിപ്സ്റ്റിക് ഇടുന്ന പുരുഷന്മാരുണ്ട്, ഉണ്ട്. അതുകൊണ്ട് അവർ ട്രാൻസ് ആണോ? അല്ല, ദേ ആർ എക്സ്പ്രസിങ് ദെംസെൽഫ് ഇൻ ദാറ്റ് വേ. ഞാൻ ജീൻസും ടീഷർട്ടും ഇടുമ്പോൾ പണ്ടൊക്കെ അറിയും, ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നുണ്ടെങ്കിൽ പറയും ആണുങ്ങളെ പോലെ നടക്കുന്നേ. എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് എക്സ്പ്രഷനാണ്, അതിനും എൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് ഒരു ബന്ധമില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഇഫ് യു ആർ റെഡി ഐ ടേക്ക് യു ടു എക്സ്പീരിയൻസ്. റെഡിയാണോ? കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആലോചിക്കണം, ഇപ്പൊ വേണ്ട. പണ്ട് ഓക്കെ, ബോയ്സ് ഹോസ്റ്റൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യൂ. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? കിട്ടി. നമ്മളെന്തായാലും ഗേൾസ് ഹോസ്റ്റലിലായിരിക്കും. അതെ. ഒരു ദിവസം വൈകുന്നേരം ക്രിസ്റ്റിന കോളേജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സംബഡി അബ്ഡക്റ്റഡ് യു. ഓക്കെ, ബോധമില്ല കേട്ടോ. അപ്പോൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. കണ്ണ് തുറക്കുമ്പോൾ എപ്പോഴാണ് നമുക്ക് അറിഞ്ഞൂടാ, മേ ബി ആഫ്റ്റർ ഡേയ്സ്, മേ ബി ആഫ്റ്റർ വീക്സ്, മേ ബി ആഫ്റ്റർ മന്ത്സ്. ഓക്കെ, കണ്ണ് തുറക്കുമ്പോൾ യു ആർ ഹാവിങ് എ മെയിൽ ബോഡി. ഓക്കെ, ഓക്കെ, ബ്രസ്റ്റ് ഇല്ല, ഹെയർ ഇല്ല, മുഖം ഫീച്ചേഴ്സ് ഒന്നും ഇങ്ങനെയല്ല. ഓക്കെ, കണ്ണുറന്ന് നോക്കുമ്പോൾ ചുറ്റൊക്കെ കുറേ ആണുങ്ങൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ബോയ്സ് ഹോസ്റ്റൽ, യു ആർ ഇൻ എ ബോയ്സ് ഹോസ്റ്റൽ, ബോയ്സ് റൂം. ഓക്കെ, ഓക്കെ, ദേ ആർ കോളിങ് യു ക്രിസ്. എന്താണ് ഫീലിംഗ്? പേടിച്ചു പോകും ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ തോന്നുന്ന അരക്ഷിതാവസ്ഥയായിരിക്കില്ല ആ സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവുക. സത്യം. ഇനി അവർ പറയണ നീ എന്താ ക്രിസ് ഉറങ്ങുന്നത്? എനിക്ക് 8 മണിയായി, 8:30 ബാച്ച് തുടങ്ങും, നീ വേഗം പോയി റെഡിയാവുക. എന്ത് ചെയ്യും? ആൻഡ് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ബോയ്സ് അങ്ങനെയാണല്ലോ, ടീഷർട്ട് ഊരുന്നു, എല്ലാം ഊരി കളയുന്നു, പെട്ടെന്ന് ഒരു സാധനം ഒരു ടവൽ എടുത്ത് കൊടുക്കുന്നു. ഓക്കെ, നീ എന്തെങ്കിലും ഇരിക്കുന്ന വേറെ റെഡിയാവാൻ പറയുന്നു. നമ്മളിങ്ങനെയല്ലേ ചെയ്യുന്നത്? ഓക്കെ, നമുക്കത് ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് യു ഹാവ് എ മെയിൽ ബോഡി. പക്ഷെ നമ്മുടെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും. ഇതാണ് ട്രാൻസ്ജെൻഡറിന്റെ പ്രശ്നം. കിട്ടിയോ? ഓക്കെ, ഹൗ ഹൊറിഫിക് ഇസ് ദിസ്? നിങ്ങളെ കാണുന്ന എല്ലാവർക്കും നിങ്ങളൊരു പുരുഷനാണ്. ഓക്കെ, നിങ്ങൾ ശരിക്കും എന്താണ്? ബ്രെയിൻ ഫീമെയിലിൻ്റെയാണ്. അപ്പോൾ നീ എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അങ്ങോട്ട് ഊരി മാറ്റാന്ന് വിചാരിക്കേ. ബോയ്സ് ഡു ദാറ്റ്, നോ? ഒന്ന് വാടാന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോവും. എന്ത് പറ്റും? നമ്മൾ റേപ്പ് ചെയ്യുന്നതിന് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും അത്. ഇതാണ് ട്രാൻസ്ജെൻഡറിന്റെ കണ്ടീഷൻ. അവരോട് അവർക്ക് അവരുടെ ഐഡന്റിറ്റി ചിലപ്പോൾ മനസ്സിലാക്കാൻ അവർക്ക് പറ്റാതെയും കൂടെയുള്ളവർക്കും ഇതാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് ഇവർക്ക് എന്ന് മനസ്സിലാവാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. ചുറ്റുമുള്ളവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. കാണുന്നവർക്ക് താൻ ആൺകുട്ടിയല്ലേ? അതെ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, നിനക്ക് മാത്രം എന്താ പ്രശ്നം എന്നവർ ചിന്തിക്കില്ലേ? കിട്ടി. ഇനി ഇയാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുരുഷന്റെ ശരീരമാണ്, ഞാൻ സമ്മതിച്ചു, ഞാൻ പുരുഷനല്ല, ഞാൻ സ്ത്രീയാണ്. നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്യല്ലേ, നിങ്ങൾ എന്ത് വൃത്തിയായിട്ടാണ് കാണിക്കുന്നത്, എൻ്റെ മുൻപിൽ വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ കൂടണേ? ഐ എം ഫീലിംഗ് വെരി മച്ച്, ഞാൻ ഹൈപ്പർ വിജിലൻ്റ് ആവുകയാണ്, എനിക്ക് അനാക്കി ഫീൽ ചെയ്യാണ്, ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റീനെ സംശയിക്കുകയാണ്, എനിക്ക് എക്സിസ്റ്റൻസ് ഇല്ലാണ്ടാവുകയാണ്. ഇതിനകത്ത് ക്രിസ്റ്റീനയ്ക്ക് എന്ത് കോൺട്രിബ്യൂഷനാണുള്ളത്? താൻ ഒരു ദിവസം കോളേജിൽ നിന്ന് വരുന്ന മണിക്ക് തന്നെ ആരോ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ മാറ്റി. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജനിക്കുന്ന ഒരാൾ അങ്ങനെ ആകുമ്പോഴോ? ഇതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. കാലങ്ങൾ തൊട്ട് നമുക്കിടയിൽ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ നമ്മൾ LGBTQ+I ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇതിനോട് ഇപ്പോഴും ഒരു മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമുള്ളത്? ഇത് ബേസിക്കലി നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ബാക്കിയാ. ഒരു പരിധിവരെ ടോം ബോയ്ഷ് ഗേൾസ് അല്ലെങ്കിൽ ആൺകുട്ടികളായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടികളും ഒരു പരിധിവരെ ഇത്രയൊന്നും വേണ്ട എന്ന് പറയുന്നൊരു സമൂഹം ഉള്ളപ്പോൾ നമുക്കിത് ട്രാൻസിഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പം നേരത്തെ ചോദിച്ച പോലെ തന്നെ എനിക്ക് ആൺകുട്ടി ആയാൽ മതി എന്ന് പറഞ്ഞ പെൺകുട്ടികളുണ്ട്. ഡെഫിനറ്റ്ലി യെസ്, ബിക്കോസ് ഓഫ് ദ ലക്ഷറി ബോയ്സ് ഹാവ്. സമ്മതിക്കുന്നു. അപ്പോൾ അവർ പറയും എനിക്ക് ആൺകുട്ടി ആയാൽ മതി. അപ്പോൾ തന്നെ ഒരു വിഭാഗം കൺഫ്യൂഷൻസ് വന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ ഇവർക്ക് മനസ്സിലാവുന്നില്ല, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതാരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം.
ഇനി തന്നെ ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 3 years ഒക്കെ മുതൽ അവർക്ക് ജെൻഡർ റിവീൽ ചെയ്ത് മനസ്സിലായി തുടങ്ങും. ബട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഏജ് ആൻഡ് ദി എൻവയൺമെന്റ്, അവരുടെ ഒരു എല്ലാം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആവാം, എഡ്യൂക്കേഷൻ, എവറിത്തിങ് ഡിപ്പെൻഡ്സ് ചെയ്തിട്ട് ഒരു 8 to ഒരു പ്യൂബർട്ടി ആകുമ്പോഴാണ് ശരിക്കും കറക്റ്റായിട്ട് മനസ്സിലാവുക, അവിടേക്കാണ് എത്തുന്നത്. അപ്പോൾ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആണ്, എന്നിട്ട് പറഞ്ഞ കുഴപ്പമാവോ, എനിക്കിനി എന്തെങ്കിലും അസുഖമാണോ, പ്രശ്നമാണോ, ഇനി ഇങ്ങനെ ഒരാൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് സമൂഹത്തിന് അറിയാമോ, ഇല്ല. അച്ഛനും അമ്മയ്ക്കും അറിയാമോ, ഇല്ല. അപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും എളുപ്പം എന്താ, നീ പെണ്ണായിട്ട് ജനിച്ചാൽ അങ്ങനെ ഇരുന്നാൽ മതി എന്നങ്ങോട്ട് സ്ഥാപിക്കലാണ്. ഓക്കെ, അതാണ് ഈസി വേ. അതുകൊണ്ടാണ് നമുക്കിതിനു വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ടാവില്ലേ? അത് അവരുടെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരവസ്ഥയായിരിക്കും. ഇപ്പം ഞാൻ പുരുഷനാണെന്ന് വീട്ടിൽ എനിക്ക് പറയാൻ ഓടിപ്പോയിട്ട് എൻ്റെ അപ്പനോടും അമ്മയോടും പറയാൻ പറ്റുമോ? ഇല്ല. നിനക്ക് ഭ്രാന്താണ്, നീ ഇപ്പോൾ പണി നോക്കാനല്ലേ വീട്ടിൽ നിന്ന് പറയുമോ? അപ്പോൾ അവർക്ക് എന്താ അതെന്ന് പറഞ്ഞാൽ ഞാനിനി എനിക്ക് തോന്നുന്നതാണോ? പക്ഷെ ഈ തോന്നൽ ഞാൻ എവിടെ പോയിട്ടാണ് പരിഹരിക്കുക, ആരോടാണ് ചോദിക്കുക? ഒരു LKG UKG കാരനെ ആലോചിച്ച് നോക്കിയാൽ 7 years 8 years ആയി, ഒരു 8 years അല്ലെങ്കിൽ 7 years ഉള്ള ബോയിനെ ആലോചിക്കും. അവന്മാർ LKG അല്ലെങ്കിൽ UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പ്രായം. വേണ്ട, താഴേക്ക് വാ, UKG എന്ന് വിചാരിക്കും. കാരണം അവർക്ക് എല്ലാവർക്കും ടോയ്ലറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ പോലെ അല്ല, ഇറ്റ്സ് ആൻ ഓപ്പൺ യൂറിനൽ ആണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേ ചെയ്യുമ്പോഴത്തേനും അവർ നോർമലായിട്ട് പീനസ് വെച്ചിട്ട് മൂത്രം വെച്ച് പോവാ. ഓക്കെ, ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടിക്ക് അത് പറ്റുമോ? അപ്പൊ അത്ര ചെറുപ്പത്തിലേ നമ്മൾക്ക് മനസ്സിലായി തുടങ്ങും. 3 വയസ്സ് മുതൽ എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ദാറ്റ്സ് ദേ അണ്ടർസ്റ്റാൻഡ് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ, എന്താണെന്ന് മനസ്സിലാവില്ല. ബട്ട് എനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഐ എം നോട്ട് ബീങ്, എനിക്കത് അങ്ങനെ അത്ര ഈസി ആയിട്ട് പറ്റുന്നില്ലല്ലോ, ആ സാധനം വരും. അത് വളരെ ചെറുപ്പത്തിൽ കേട്ടോ. പിന്നെ മോൾക്ക് പോകുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ പൊട്ടിനോടൊരു കൗതുകം, ഓരോന്നിനോടൊരു കൗതുകം, ആ കൗതുകങ്ങളായിട്ട് വരും. കണ്ടുണ്ടാവില്ലേ, ഇപ്പൊ ബോയ്സ് ആണെങ്കിൽ നെയിൽ പെയിന്റ് ഒക്കെ അടിച്ചു കൊടുക്കും, അങ്ങനെ അതൊക്കെ ഒരു തമാശയായിട്ട് ചെയ്യുന്നതാണ്. ബട്ട് അങ്ങനെ ഒരു സംഭവം ഉള്ള ആൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇല്ലേ? അങ്ങനെയൊക്കെ അത് ഞാൻ പറഞ്ഞില്ലേ 3 to 8 years എന്നാണ് പറയാ. ബട്ട് ദറ്റ് ഡിപ്പെൻസ്, ഓരോരുത്തരെ വെച്ചിട്ട് വ്യത്യാസം വരും. അതെങ്ങനെയാ, ഇപ്പം എൻ്റെയും ക്രിസ്റ്റീനയുടെയും ജീവിത സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് അല്ലേ, നമ്മുടെ ചുറ്റുപാടുകൾ ഡിഫറെൻ്റ് അല്ലേ, അതനുസരിച്ച് എനിക്കുണ്ടാവുന്ന മെച്യൂരിറ്റി ആയിരിക്കില്ലല്ലോ ക്രിസ്റ്റീനയ്ക്ക്, നമ്മൾ സെയിം ഏജ് ആണെങ്കിൽ പോലും. അതേപോലെയാണ് എല്ലാ കുട്ടികളുടെയും കാര്യത്തിൽ. പക്ഷെ ഇതിനെ പ്രോപ്പറായിട്ട് എക്യുപ്ഡ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, എംബ്രേസ് ചെയ്യാൻ നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, വിച്ച് ഇൻക്ലൂഡ്സ് പാരൻസ് ഓൾസോ, അറിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നതും അവർ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പണായിട്ട് ഇവിടെ നിന്ന് പറയേണ്ടി വരുന്നത്. കാരണം നേരത്തെ ചോദിച്ചില്ലേ, ഒരാളെ കണ്ടുകൊണ്ടാവാൻ പറ്റുമോ, തോന്നുന്നു. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരിക്കലും നമുക്ക് പറ്റില്ല. അത്രേ ഉള്ളൂ. ഇറ്റ്സ് ഇൻസൈഡ് ദ ബ്രെയിൻ, ക്രോമസോംസ്, ബ്രെയിനിൻ്റെ നമ്മുടെ കോർട്ടെക്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ, അല്ലാത്ത ഹോർമോൺസ് എല്ലാം ഇതാണ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെ ഒരാളെ കണ്ടതുകൊണ്ട് എനിക്ക് അങ്ങനെ ആവാൻ പറ്റും? നോ, നെവർ പോസിബിൾ. ഇറ്റ്സ് ബയോളജിക്കലി പോസിബിൾ അല്ല, അത്രേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഒരു കുട്ടിക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഇതിനോട് താല്പര്യമുണ്ട്, ഇപ്പം എന്താ പറയുക, ട്രാൻസ് ആവാൻ, അല്ലെങ്കിൽ ഞാൻ ആൺകുട്ടി അല്ല അല്ലെങ്കിൽ ഞാൻ പെൺകുട്ടി അല്ല എന്നിപ്പോൾ അമ്മയോടോ അച്ഛനോടോ തൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാരൻസ് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? ഇതിനകത്ത് ക്രിസ്ത്യന് ചോദിച്ച ക്വസ്റ്റിന് തന്നെ ഭയങ്കര ബയസ്ഡാ. ഓക്കെ, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് താല്പര്യമല്ലല്ലോ. അതെ അതെ, ഐ എം ഐഡന്റിഫൈങ് മീ ആസ് എ മെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നതല്ല അമ്മ അച്ഛ, ഒന്ന് മനസ്സിലാക്കി, ഐ എം ട്രാപ്ഡ് ഇൻ എ ഫീമെയിൽ ബോഡി. എനിക്ക് ശരിക്കും ഞാൻ കുടുങ്ങി പോയിരിക്കുകയാണ് കേട്ടോ എന്നാണ് പറയുന്നത്. അത് തോന്നലല്ല. ദാറ്റ്സ് മൈ, ഐ എം എക്സ്പ്രസിങ് മൈസെൽഫ്, എൻ്റെ ഐഡന്റിറ്റി മെയിലിൻ്റെതാണെന്നാണ് ഞാൻ പറയണേ. അപ്പൊ തോന്നലാണെന്ന് അതന്നെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വേ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്യൂബർട്ടി വെച്ച് വിചാരിക്കാം. പ്യൂബർട്ടി ആകുമ്പോഴേക്കുമാണ് ഇങ്ങനെ നോട്ടിസബിൾ ചേഞ്ചസ് വന്ന് തുടങ്ങുന്നത്. അത് പാരൻസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അങ്ങനെ പറയുമ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവാം. ബട്ട് സ്റ്റിൽ നോക്കൂ, എല്ലാവരും ബിസിയാണ്. അപ്പം മക്കളെ നോക്കാൻ എല്ലാവർക്കും സമയമൊന്നുമില്ല. അപ്പം നമ്മൾ കെയർ ടേക്കേഴ്സിന് സഹായം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും മിസ് ഔട്ടായി പോകാം. മനസ്സിലായോ? അത് ഒരു ഡാമേജ് ആണ് ഒരു പരിധിവരെ, അതെ. പക്ഷേ അത് ഇറിപ്പയറബിൾ ആണ് അല്ല. ഓക്കെ, അപ്പം നിങ്ങളത് എന്താ പറയുക, ശ്രദ്ധിക്കാണ്ട് മിസ്സായി പോകുന്നതാ. അല്ലെങ്കിൽ അത് മനസ്സിലാവും. എത്രയൊക്കെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഡെഫിനറ്റ്ലി മനസ്സിലാവും. ചെറുതായിട്ടെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവും. വളരെ ഹൈ മാസ്കിങ് കേസസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അത് പാരൻസ് ചിലപ്പോൾ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കുമോ? ഇപ്പം ഇത് പ്രായത്തിൻ്റെ അല്ലേ, കുഴപ്പമില്ല, അങ്ങനെ വിചാരിച്ച് വിടുന്നതാണ്. അപ്പം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സാധനം വന്ന് പറയുമ്പോൾ അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് അക്സെപ്റ്റ് ചെയ്യാന്നാണ്. ഓക്കെ,
ഡു യു ഫീൽ ലൈക്ക് ദാറ്റ്, എന്താണ്, വാട്ട് ഡു യു തിങ്ക് അബൌട്ട്? അപ്പോൾ പറയില്ല അമ്മ, എനിക്ക് തോന്നുന്നതേ ഞാനിപ്പോൾ ഒരു ഷർട്ട് ഇടുന്നതിനേക്കാളും ലോങ് കുർത്തിയൊക്കെ ആയിരിക്കില്ലേ കുറച്ചും കൂടി നന്നാവുക. അങ്ങനെ ചോദിക്കും, അങ്ങനെയാണോ തോന്നുന്നത്? ഓക്കെ. അങ്ങനെ തുടങ്ങും. അവിടെയാണ് നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റിൻ്റെ ഒക്കെ സേവനം വേണ്ടത്. ഇതൊരു വലിയ ജേണിയാണ്. ഒരു 2 ദിവസം കൊണ്ട് തീരുന്നതല്ല. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്ന സമയത്ത് തന്നെ ഇവർ ടോക്ക് ടു ദം, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. RCI അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഐ വുഡ് സേ, പോയി സംസാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മനസ്സിലാവും. അപ്പോൾ ഡോക്ടേഴ്സ് വെച്ചിട്ട് ഇഫ് ദേ ആർ കംപ്ലീറ്റ്ലി അലൈൻഡ് ആണെങ്കിൽ പ്യൂബർട്ടി സ്റ്റോപ്പേഴ്സ് ഉണ്ട്. കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഡിഫറെൻറ്റാണ്. അതനുസരിച്ച് പതുക്കെ വിൽ ടേക്ക് ടൈം ടിൽ ദ പ്യൂബർട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂബർട്ടി കംപ്ലീറ്റ് ആവുന്നത് വരെ നിർബന്ധം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ നമ്മൾ സേഫായിട്ട് പറയാറുള്ളത് പ്യൂബർട്ടി കഴിഞ്ഞവരെ വെയിറ്റ് ചെയ്യുമെന്നാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ട്രാൻസിഷൻ സമയത്തുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ സൈക്കാട്രിസ്റ്റ് വേണം, ഒരു ഡോക്ടർ വേണം, അതേപോലെ സൈക്കോളജിസ്റ്റും വേണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കിതിനെ റെഡിയാവും. ബട്ട് ഇതിനേക്കാളൊക്കെ എളുപ്പം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ട്രാൻസിഷനാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, ഒരു 8 വയസ്സുള്ള എൻ്റെ മോന് വന്ന് പറയണം, അമ്മ ഞാൻ പെൺകുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി ലെറ്റ് ഹിം ബി എ ഗേൾ എന്ന് വിചാരിക്കലാണ്. 8 വയസ്സുള്ള ആളാണല്ലോ, അയാൾ ഗേളായിട്ട് നടക്കട്ടെ, ലെറ്റ് ഹിം ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ ആ കുട്ടി 8 ഇയർ എന്ന് പറയുമ്പോൾ അവൻ്റെതായിട്ടുള്ളൊരു സർക്കിൾ ഉണ്ടല്ലോ, സ്കൂളുണ്ട്, ക്ലാസ്മേറ്റ്സ് ഉണ്ട്, പുറത്താണെങ്കിൽ ഒരു പ്ലേമേറ്റ്സ് ഉണ്ട്. അവിടെയൊക്കെ ഈ ഗേളായിട്ട് അയാൾ നിൽക്കുമ്പോൾ എന്താണ്, ഹൗ ക്യാൻ ഹി ബി ഹിം ഓർ ഹെർ എന്നുള്ളത് അവന് അറിയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പതുക്കെ ഇതായിരിക്കും അവസ്ഥ, ഇങ്ങനെയാണ് ഒരു ചേഞ്ച് വരാൻ പോണേ. ഇതൊക്കെ നമുക്ക് വളരെ പതുക്കെ ചെയ്യാൻ പറ്റും. US ഒക്കെ ബേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് സോഷ്യൽ ട്രാൻസിഷനാണ്. ഇങ്ങനെ പതുക്കെ ദാറ്റ്സ് ഹൗ ഐ ഓൾസോ ആസ് എ മദർ, എനിക്ക് സമയം കിട്ടുമല്ലോ, ഇതായിരിക്കും റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ് പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രൊസീജിയറൊക്കെ പോയി അവിടെ എത്തുക. അല്ലാതെ എടുത്ത വായിക്ക് നീ പോയി പണി നോക്ക്, അല്ലാതെ ഇതൊന്നും നിന്റെ തോന്നലാണെന്ന് പറയുന്നത് നോ. ഇത്തരം കേസുകൾ വരാറുണ്ടോ അടുത്തേക്ക്? ആക്ച്വലി ഒരുപാട് വരാറുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ പാരൻസിനോടും കുട്ടികളോടും ഒക്കെ ഇരുന്ന് സംസാരിക്കുക? ഐ ഹാവ് എ ഗുഡ് ടീം ബേസിക്കലി. അപ്പോൾ നമ്മൾ എന്താ പറയുക, സെക്സ് തെറാപ്പി ഒക്കെ ചെയ്യുന്ന ഒരു ഗുഡ് ടീം ഉണ്ട് കയ്യിൽ. അപ്പോൾ പാരൻറ്റിങ് സെഷന് വരുന്നതായിരിക്കും കോമഡി, ബിഹേവിയറൽ ടാൻട്രംസ് ഒക്കെ ആയിട്ട് വരും. അതൊന്നും ആയിരിക്കില്ല കാര്യം വയ്ക്കും. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച്, ഇപ്പോൾ ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു ടീം വർക്കാണ്, ഇത് ഒരിക്കലും ഒരാളുടെ അടുത്ത് നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ സംസാരിക്കും. അപ്പോൾ ഐ വുഡ് സേ കുട്ടീനെ ഒന്ന് ചൈൽഡ് സൈക്കോളജിസ്റ്റ് കാണട്ടെ. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നമുക്ക് നോക്കാം, എന്തെങ്കിലും ന്യൂറോ ഡൈവേർജൻസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയും. എന്നിട്ട് വിൽ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ദെൻ ദേ വിൽ ഫിഗർ ഇറ്റ് ഔട്ട് എന്താണ്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ഇങ്ങനെയാണ് കേട്ടോ. ഞാനെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ പരിചയമുള്ളതുകൊണ്ട് ചിലപ്പോൾ അവർക്കത് കുറച്ചും കൂടെ അഷ്വറിങ് ആയിട്ട് തോന്നും. അപ്പോൾ പറഞ്ഞ് കോച്ചിനൊക്കെ നോക്കപ്പോൾ ഐ വോണ്ട് സേ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നോക്കാം അങ്ങനെ പറയില്ല. അപ്പോൾ ഐ ലാസ്റ്റ് ദെം. അപ്പോൾ കോച്ചിങ് പെർസ്പെക്റ്റീവ് അതാണ്. ഒരമ്മ വരികയാണ്, പെട്ടെന്ന് മകനായിരുന്നു എന്ന് കരുതിയ ഒരാൾ മകളായി, എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് വർക്ക് ചെയ്യോ? ഇല്ല. ഐ സിറ്റ് വിത്ത് ദെം, ഐ ആസ്ക് ഹർ ആൻഡ് ഹിം. പാരൻസിനോട് ചോദിക്കും നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റില്ല അത്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ വിൽ ട്രാവൽ വിത്ത് ദം. ഓരോ കുഞ്ഞു ചേഞ്ചസ് വീട്ടിലാണെങ്കിൽ പോലും ഉള്ള ചേഞ്ചസ് അവരെ കൊണ്ട് തന്നെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യിച്ച്, അതാണ് എൻ്റെ വർക്ക് പോവുക. ആ ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ആ കുഞ്ഞിനെ നോക്കും. അപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ട്, ക്ലിനീഷ്യൻസ് ഉണ്ടാവും. അവർ ഇപ്പം എന്താ പറയണ റീഅഫർമേഷൻ സർജറി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്നൊക്കെ ഉണ്ട്, HRT. അതിന് മുമ്പ് പ്യൂബർട്ടി ബ്ലോക്കേഴ്സാണ്. ഇതെല്ലാം അതൊരു വലിയ ലോങ് പ്രോസസ്സാണ്, ടീം അങ്ങനെ. അപ്പോൾ പക്ഷെ നമ്മൾ കൂടെ തന്നെ വേണം അവരെ. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന പ്രോസസ്സ്. ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ അവർ പറയും നോ വേ, നടക്കില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വി കാൻ ഡു എനിത്തിങ്. അപ്പോൾ നമ്മൾ കുട്ടീനോട് പറയും, നോക്കൂ വി അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇപ്പോൾ ആസ് ഓഫ് നൗ അത് റിയലിസ്റ്റിക് ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ ഡു. അത് തെറ്റാണെങ്കിൽ പക്ഷേ എനിക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കുട്ടിയെടുത്ത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, ഇപ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വി ആർ ഹിയർ, അവൈലബിൾ ആണ്, നമുക്കൊരു NGO ഉണ്ട്, നമുക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട്. പക്ഷേ വാട്ട് യു ഹാവ് ടു ഡു, യു ഡോണ്ട് ഗോ ആൻഡ് ഫൈറ്റ്, കംപ്ലീറ്റ് യുവർ സ്റ്റഡീസ്. ഓക്കെ. ഇപ്പോൾ എന്തായാലും +2 ആണല്ലോ, അതുകൊണ്ട് എന്താ ചെയ്യേണ്ട, എഞ്ചിനീയറിംഗ് ആണ്. പോയി എഞ്ചിനീയറിംഗ് പഠിക്കുക. അത് തീർക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുക, യു വിൽ ബി പ്ലേസ്ഡ്.
then you are employed. Now എന്തായാലും you need money. പൈസ എന്തായാലും വേണം. സർജറി ഒക്കെ ചെയ്യാനാണെങ്കിൽ ആഫ്റ്റർ കെയർ, പോസ്റ്റ് ഒ പി, കുറേ സംഭവങ്ങളുണ്ട്. റെഡിയാക്കുക. എന്നിട്ട് now then you are an individual, you are an adult, you come back. അല്ലാതെ there is no point in fighting it. ഇപ്പോൾ ക്രിസ്റ്റീന ഈ പറയുന്നത് പോലെ ഇവരെ എംബ്രേസ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയല്ലേ, അത് നമുക്ക് പറയാൻ എളുപ്പമാണ്, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരുണ്ട്, അവർക്ക് നമുക്ക് സഹായിക്കാം. ഓക്കെ, അത് വേറെ കാര്യമാണ്. ചില ആൾക്കാർ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പോകാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറയണേ. അതെ, കാരണം ഇത് ശരിയാണ്, കുറച്ച് ബുദ്ധിമുട്ടാവും. ഏർലി പ്യൂബർട്ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഞാൻ പറയണ ജീവനല്ലേ ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ പറയും കേട്ടോ, എനിക്ക് സ്ത്രീ ഈ മരിച്ച മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത് വേറെ കാറ്റഗറിയാണ്. ഞാൻ പറയാം, നിങ്ങൾക്ക് പഠിക്കാനൊരു സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾ വീട്ടിൽ സേഫാണ്, നിങ്ങളെ ആരും അബ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ നിന്ന് മാക്സിമം നിങ്ങളുടെ പഠിത്തം ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ഇതുപോലെ ഐ എം വർക്കിംഗ് അറൗണ്ട് ഇറ്റ്, ഒരു NGO ഇങ്ങനെ ഒതൻറ്റിക് ആയിട്ട് ആളുകൾ വരികയാണെങ്കിൽ അവരെ ഫണ്ട് ചെയ്യാനും പഠിപ്പിക്കാനും അവരുടെ കംപ്ലീറ്റ് ഒന്ന് നോക്കാനും ഒക്കെയുള്ള ശ്രമം നമുക്ക് നടക്കുന്നുണ്ട്. എപ്പോഴായിരിക്കും ഇതൊക്കെ റെഡിയാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് ദാറ്റ് ഇസ് മൈ ഡ്രീം. അങ്ങനെ സംഭവിക്കട്ടെ. ആമേൻ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പം അവരങ്ങ് ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല, കുടുംബത്ത് അങ്ങനെ ഒരാൾ വേണ്ട, കുടുംബത്തിന് നാണക്കേടാണ് എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു ജീവനല്ലേ എന്ന് പറയുന്നത്, ജീവനേക്കാൾ വലുതാണ് ആത്മാഭിമാനമായി മാറുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നു ആളുകൾക്ക്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. നമ്മുടെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ത്രീയും പുരുഷനെയൊക്കെ വിട്ടേക്കും. ക്രിസ്റ്റീന ആസ് എ പേഴ്സൺ, നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും ഏറ്റവും വലിയ ഐഡിയ എന്താ? എന്നെ അംഗീകരിക്കണം എന്നുള്ളതാണ്. അതാണ് ഹ്യൂമൻ്റെ ഒരു ബേസിക് ട്രേറ്റ് ആയിട്ട് നമ്മൾ പറയണത്. അവിടെയാണ് ജെൻഡർ കൺഫ്യൂഷനും കൊണ്ട് ഒരാൾ വരുന്നത്. എൻ്റെ ഐഡൻറ്റിറ്റി ഇതല്ല, ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതി ഇങ്ങനെ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റി? നമ്മളെ ബേസിക്കലി മനസ്സിലാക്കുന്ന രീതി പോയിട്ട് നമ്മളങ്ങോട്ട് ഡിസ്മിസ് ചെയ്ത് കളയണം. നീ ഇവിടെ ഇല്ല, നീ പോയിക്കോ, നീ യു ഡോണ്ട് ഫിറ്റ് ഇൻ ഹിയർ എന്ന് പറയാണ്. അപ്പോൾ അവിടുത്തെ അവിടെ ജീവിക്കണം പിന്നെ ദെൻ വൈ ഷുഡ് ഐ ലീവ് എന്നുള്ളതാണ് ആദ്യം. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഫൈറ്റ് ചെയ്യണം, പ്രൂവ് ചെയ്യണം ഇല്ല. ബട്ട് ഇപ്പം 2025 ഞാനിരുന്നത് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫറെൻ്റ് കേട്ടോ. കാരണം പണ്ട് നമുക്കൊരു 5 കൊല്ലം മുമ്പ് ഒരു രഞ്ജിമാരും കുറച്ച് പേര് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് ഓപ്പണായി പറയുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, അതിന് ട്രൈ ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറയും ഡോണ്ട് ഗോ ആൻഡ് ഫൈറ്റ് ഒറ്റയ്ക്ക്. ലെറ്റ്സ് ടേക്ക് ടൈം, ലെറ്റ്സ് എക്യുപ്പ് ourselves and then let's fight for the bigger community. അല്ലാണ്ട് അത് ഒട്ടും സേഫ് അല്ല. സേഫ്റ്റി ഇസ് യുവർ പ്രയോറിറ്റി. ബട്ട് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രോമാസ് ഉണ്ടാവും ഡീപ്ലി വെൻ യു ആർ സെക്ഷലി അബ്യൂസ്ഡ്. അതൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഏരിയാസാണ്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൂടാ. അതിനാണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്ന സാധനം ഉള്ളത്. അതിന് നമ്മുടെ സമൂഹം മാറണം, നമ്മുടെ ചിന്താഗതികൾ മാറണം, നമ്മുടെ സ്കൂളുകൾ മാറണം. എവറിത്തിങ് ഹാസ് ടു ചേഞ്ച്. ആരാണെങ്കിലും എന്താ, എല്ലാവരും മനുഷ്യരാണ്. നമുക്കിവിടെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം വിത്ത് ഡിഗ്നിറ്റി. സെക്ഷൽ ഓറിയൻറ്റേഷനും ജെൻഡർ ഐഡൻറ്റിറ്റിയും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു തരുമോ? ഇത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റാണ്. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ എന്തായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐ ഹാവ് എ ഫീമെയിൽ ബോഡി, ഐ ഐഡൻറ്റിഫൈ മൈസെൽഫ് ആസ് എ ഫീമെയിൽ. അപ്പം ഞാൻ സ്ത്രീ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞു. ഓക്കെ. സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ റൊമാൻറ്റിക്, ഞാൻ ഡീപ്ലി ഹെൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ റൊമാൻറ്റിക് ആയിട്ടുള്ള താല്പര്യമാണ്. എനിക്ക് ആരോടാണ് ഒരു സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നത്. എനിക്ക് മെയിലിനോട് തോന്നാം, ഫീമെയിലിനോട് തോന്നാം, ട്രാൻസ്ജെൻഡറിനോട് തോന്നാം, അല്ലെങ്കിൽ എല്ലാ ജെൻഡേഴ്സിനോടും തോന്നാം. അതാണ് എൻ്റെ ഓറിയൻറ്റേഷൻ. സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡീപ്ലി ഹെൽഡ് ചെയ്ത നമ്മുടെ റൊമാൻറ്റിക്, നമ്മുടെ സെക്ഷൽ ബിഹേവിയേഴ്സ് എന്താണ്, ആരുടെ കൂടെയാണ് നമ്മുടെ പാർട്ട്ണർ, ആ ഒരു കോൺസെപ്റ്റിൽ ആലോചിച്ചിട്ട് ഞാനും എൻ്റെ ഇണയും എനിക്ക് ആരുടെ കൂടെയാണ് ഒരു സെക്ഷലി കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളത്, അതാണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ. ഹെറ്ററോസെക്ഷൽ, ബൈസെക്ഷൽ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അതാണ് സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഹെറ്ററോസെക്ഷൽ എന്ന് പറയുന്നതാണ് പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും എന്ന് പറഞ്ഞാൽ. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടുപേരോടും തോന്നാം. അസെക്ഷൽ, സെക്ഷൽ അല്ലാതിരിക്കാം. എല്ലാവർക്കും തോന്നലുണ്ടോ എന്നുള്ളതുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ. അങ്ങനെ തോന്നാതിരിക്കാം, ആരോടും നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നാതിരിക്കാം, ദാറ്റ്സ് ഓൾസോ ഓക്കെ, നിങ്ങൾക്കൊരു പ്രശ്നമില്ല, അസെക്ഷൽ ആണ്.
അതുപോലെ ഇപ്പൊ ലെസ്ബിയൻ കപ്പിൾസ് അവര് ബിഗ് ബോസിൽ ഇപ്പൊ ആദിലെ നൂറെ വന്ന സമയത്ത് ഞാൻ അത് വെച്ച് തന്നെ പറയാം, ഉണ്ടായ ഒരു കോൺവെർസേഷൻ, അവർ അനുമോളുമായി ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൊ 3 പേരൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കമന്റ് അല്ലെങ്കിൽ ആളുകൾ പറയുന്ന ഒരു കമന്റ്, ഇവര് ലെസ്ബിയൻസ് ആണല്ലോ, അപ്പം ഇതിലൊരാൾക്ക് അനുമോളോടൊരു താല്പര്യം തോന്നാലോ, അപ്പം നമ്മളിത് പറയുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾക്ക് ആരോടും തോന്നാം. പക്ഷെ ഈ ലെസ് ആയതുകൊണ്ട് എല്ലാ സ്ത്രീകളോടും, ഗേ ആയതുകൊണ്ട് എല്ലാ പുരുഷന്മാരോടും അവർക്കൊരു പ്രണയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇഷ്ടം തോന്നാമെന്ന് പറയും. ഈ വാദം ശരിക്കും തെറ്റായിട്ടുള്ളൊരു അർത്ഥമല്ലേ നൽകുന്നത്? അങ്ങനെ സംഭവിക്കില്ലല്ലോ. അത് ലോജിക്കലി വെറുതെ ആലോചിച്ച് നോക്കി, നമുക്ക് പുരുഷനോട് മാത്രമാണ് ഒരു തോന്നണമെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണി കണ്ട എല്ലാ പുരുഷന്മാരോടും തോന്നോ? ഇല്ല. കണ്ണി കണ്ട എല്ലാ സ്ത്രീകളോടും തോന്നോ? ഇല്ല. അതിന് വേറെ കുറേ ഫാക്ടേഴ്സും കൂടി ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഇനി ഈ പറയുന്ന ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു കപ്പിളിൻ്റെ കൂടെ വേറൊരു സ്ത്രീ വരുന്നു എന്ന് വിചാരിക്കൂ, അയാള് ലെസ്ബിയൻ ആണോ? അയാളുടെ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആയി. അപ്പം അത് എന്നാലല്ലേ അയാൾക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ അയാൾ ഭയമായിരിക്കണം. ഹെട്രോസെക്ഷൽ ആണെങ്കിൽ അയാളുടെ ജെൻഡർ, അതായത് സെക്ഷൽ ഓറിയന്റേഷൻ പോകുന്നത് പുരുഷനോടാണ് അയാളുടെ താല്പര്യമെങ്കിൽ സ്ത്രീയോട് അയാൾക്ക് താല്പര്യം തോന്നില്ലല്ലോ. ബൈ ആണെങ്കിൽ രണ്ടുപേരോടും ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് അയാൾ ദാറ്റ് പേഴ്സൺ, പെർട്ടിക്കുലർ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ഇപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും ഒരു ഫ്രണ്ടും കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കും? ആ മിത്ത് തന്നെ ഇത്രയേ ഉള്ളൂ, ഇതിവിടെ ഉള്ളൂ. ശരിക്കും ആളുകൾ വെറുതെ നെഗറ്റീവ് സ്പ്രെഡ് ആക്കുന്നത്. ബേസിക്കലി ഞാൻ പറയും അറിയാത്തതുകൊണ്ടായിരിക്കും. അറിയാത്തതുകൊണ്ടാണ് ഇവരെന്താണ് എങ്ങനെയാണ് എന്നൊന്നും മര്യാദയ്ക്ക് അറിയാൻ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. നമുക്ക് ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, പെർപ്ലെക്സിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവരോട് ചോദിച്ചാൽ മതി. ചോദിക്കില്ല. എന്താണ് ഈ ഹോമോഫോബിയ എന്ന് പറയുന്നത്? ഹോമോഫോബിയ നമ്മൾ സൈക്കോളജിയിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ അതൊരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഫീലിങ്സ് എന്ന് പറയും. അതായത് ഫിയർ, അവേർഷൻ, ജഡ്ജ്മെൻറ്റ്, പ്രജുഡിസ്, അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് ഇമോഷൻസ് ടുവേർഡ്സ് ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ആ ഒരു പീപ്പിൾ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാരൊന്നും പറയാറുണ്ട് എൻ്റെ പാർട്ട്ണർ ഗേ ആണ് എന്ന് പറയുന്നു, പക്ഷേ അയാൾ ഹോമോഫോബിക് ആണ്. ഓക്കെ. അപ്പോൾ ഹോമോഫോബിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോമോസെക്ഷൽ ആകാനുള്ള പേടി അതാണോ? അതോ ഞാൻ ഹോമോസെക്ഷൽ ആണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ എന്നെ സമൂഹത്തിൽ എല്ലാവരും വെറുക്കില്ലേ, ഒറ്റപ്പെടുത്തില്ലേ, എന്നെക്കുറിച്ച് മുൻധാരണകളോടെയും ജഡ്ജ്മെൻറ്റിലൂടെയും പെരുമാറില്ലേ, ആ പേടിയുമാകാം അല്ലേ? അതെ. എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള പേടിയുമാകാം. അപ്പോൾ വി കാൺട്ട് പുട്ട് ഇൻ വൺ സിംഗിൾ ഹെഡിങ്. അതുകൊണ്ട് ഹോമോഫോബിയ ഇപ്പോൾ എല്ലാവരും എന്താ പറയണ തെറ്റായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഹോമോഫോബിയ ആസ് ഡെഫിനേഷൻ ഇങ്ങനെയാണെങ്കിലും ഇങ്ങനെ മാത്രമല്ല. ഇപ്പം എൻ്റെ പാർട്ട്ണർ ഹോമോഫോബിക്കാന്ന് പറഞ്ഞാൽ, പാർട്ട്ണർ ഇൻ ദ സെൻസ് ഇപ്പം എൻ്റെ ഫ്രണ്ട് അങ്ങനെ വിചാരിക്കും, അയാൾ ഗേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ എന്നോട് മിണ്ടാതിരുന്നാലോ? ഓക്കെ. അതും ഹോമോഫോബിയാണ്. ഓക്കെ. എനിക്കും ഹോമോഫോബിയ ഫീൽ ചെയ്യാം. ഓക്കെ, മനസ്സിലായി. ഇപ്പം ഞാൻ ലെസ്ബിയൻ ആണ്, അത് ക്രിസ്റ്റീന അറിഞ്ഞ ക്രിസ്റ്റീനോട് മിണ്ടാതിരുന്നാലോ? അപ്പം ഞാൻ ലെസ്ബിയൻ ആണെന്ന് ക്രിസ്റ്റീനെ അറിയിക്കാതിരിക്കില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ സെക്ഷൽ ഓറിയന്റേഷനെ കറക്റ്റായിട്ട് പറയുന്നുമില്ല, ഞാൻ ഹൈഡ് ചെയ്യാണ്. എന്താ കാര്യം? എൻ്റെ പേടി കൊണ്ടാണ്. ആൻഡ് ഐ ലേബിൾ ഇറ്റ് ആസ് ഹോമോഫോബിയ. അത് എനിക്ക് ലെസ്ബിയൻ ആവാനുള്ള പേടിയല്ല, അതിനേക്കാൾ ഉപരി നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയാലോ എന്നുള്ള പേടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മോശമായി കണ്ടാലോ, അവളുടെ കൂടെ ഒന്നും എനിക്കിനി അവളുടെ കൂടെ റൂം ഷെയർ ചെയ്യാൻ പറ്റില്ല, അതും ആവാം. അവൾക്ക് നേരത്തെ ചോദിച്ചില്ലേ, എല്ലാവരോടും അവൾക്ക് ഇങ്ങനെ തോന്നിയാലോ, ഇനി എന്നെ അവൾ എന്തെങ്കിലും ചെയ്താലോ, ഇതെല്ലാം ഇതിനകത്ത് പെടുന്നൊരു സാധനമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഹോമോഫോബിയ എന്ന് ആര് പറഞ്ഞാലും ഞാനതിനെ ഇങ്ങനെ ഇരുത്തി എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചെടുക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. വെറുതെ ഒരു ഫോബിയനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഓറിയന്റേഷൻ പുറത്ത് പറയാൻ നിങ്ങൾക്ക് പേടിയെന്നാണോ? പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ പേടിയെന്നാണോ? അതോ നിങ്ങൾക്ക് അവരെ പേടിയാണെന്നാണോ? എന്താണ്? So there is a lot of factors. But before using any word, വായിക്കൂ, പഠിക്കൂ, get a clarity and then say it out. അതുപോലെ കേൾക്കുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും പങ്കാളി വിവാഹം എന്നൊക്കെ പറയുമ്പം നമ്മൾ റീപ്രൊഡക്ഷൻ ആണ്, പ്രോക്രിയേഷൻ. ഓക്കെ. അപ്പോൾ അവരെപ്പോഴും ചിന്തിക്കുന്നത് കുട്ടികൾ വേണം, ഒരു ബന്ധത്തിൽ കുട്ടികൾ വേണം എന്നാണ്. ഓക്കെ.
ഇത്തരം ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പം ലെസ് ആയിക്കോട്ടെ ഗേ ആയിക്കോട്ടെ ഇവരുടെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞു ഇവർക്ക് കുട്ടികളില്ലല്ലോ, ഇവരെങ്ങനെയാണ് ഒരു ഇന്റർകോഴ്സ് ചെയ്യുക, ഇവരെങ്ങനെയാണ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക എന്നുള്ളത് ഭയങ്കര ടെൻഷനാണ് എല്ലാവർക്കും. അതെ. അപ്പം അത്തരം ഒരു ചിന്തയുടെ ആവശ്യമുണ്ടോ? ചിന്തയുടെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റീവാണ്. ഓക്കെ, ചിന്തിക്കണമെങ്കിൽ ചിന്തിച്ചോട്ടെ, പക്ഷെ നിങ്ങളുടെ ചിന്ത നിങ്ങളിൽ ഇരിക്കുന്നതാണ് ആരോഗ്യകരം. അത് പുറത്തേക്ക് ഇടേണ്ട ആവശ്യമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നമ്മൾ നേരെ കണ്ടിട്ടുള്ളത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള രതിയും അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയുമാണ്. അതുകൊണ്ട് പുരുഷനും അല്ലെങ്കിൽ സ്ത്രീയും വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പ്രത്യുൽപാദനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇവിടുത്തെ വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു കപ്പിളായാൽ നിങ്ങൾക്കൊരു കുട്ടി വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. അത് സമൂഹമാണ് കേട്ടോ, നമ്മളല്ല. നമ്മളിപ്പോൾ മാരീഡ് ആയിട്ടുള്ള കപ്പിളും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നത് അവർക്ക് ശരിക്കും വേണ്ടിയിട്ടാണോ? അല്ല, പ്രഷർ കൊണ്ടല്ലേ? അതെ. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി കുഞ്ഞുങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരേ ഒരു വഴി ഞാൻ തന്നെ ഗർഭം ധരിച്ച് പ്രസവിക്കണം എന്നാണോ? അങ്ങനെയില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ തന്നെ വേണം. എനിക്ക് എൻ്റെ ഓവം സൂക്ഷിച്ച് വെച്ചിട്ട് എനിക്ക് സറഗസി ട്രൈ ചെയ്യാം, ഇല്ലേ? വേറെ എന്തോരം ക്ലിനിക്കൽ മെത്തേഡ്സ് അവൈലബിൾ ആണ്. അങ്ങനെ ചെയ്താൽ പോരെ? അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ കപ്പിളിനെ ആലോചിച്ച് നോക്കൂ, അവർക്ക് ഇത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇനി ഇതൊന്നും അല്ലെങ്കിലും ഇപ്പം എനിക്ക് എന്താ പറയണ, മാരേജിനോ അല്ലെങ്കിൽ എനിക്കൊരു അങ്ങനെ ഒന്നും എനിക്ക് താല്പര്യമില്ല, പക്ഷെ എനിക്ക് കുട്ടി വേണം. എനിക്ക് എൻ്റെ ഓവം എനിക്ക് സൂക്ഷിക്കാം, സ്പേം ഡോണറിനെ കണ്ടുപിടിക്കാം, ഇല്ലേ? ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ ക്യാരി ചെയ്യാം, അല്ലെങ്കിൽ ഐ ക്യാൻ ടേക്ക് എ ഹെൽപ്പ് ഓഫ് എ സറഗേറ്റ് മദർ, സറഗസി ചെയ്യാം, എനിക്ക് ബേബിനെ നോക്കാം. ഓക്കെ. അതായത് നമ്മൾ ഈ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഐഡിയോളജി എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, കുട്ടി എന്നുള്ളതാവുന്നതായി പ്രശ്നം. ഓക്കെ, അങ്ങനെ തന്നെ വേണം നിർബന്ധമുണ്ട്. കുട്ടികളെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ്, അതായത് ഇമോഷണലി ഫിസിക്കലി അവർ ആസ് എൻ ഇൻഡിവിജ്വൽ നല്ല മക്കളായിരിക്കണം, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള അഡൾട്ട്സ് ആയിരിക്കണം, അല്ലേ? അതെ. ഇതാണ് ബേസിക്കലി വേണ്ടു. അതിന് അച്ഛനും അമ്മയും തന്നെ വേണമെന്നുണ്ടോ? അച്ഛൻ്റെ റോളും അമ്മയുടെ റോളും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പോരെ? അതെ. ഇനി ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചു പോവുകയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ മരിച്ചു പോവുകയാണെങ്കിലും അവിടെ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഒരാൾ റീപ്ലേസ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡിവോഴ്സിൽ തന്നെ ഒരു പാർട്ട്ണർ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയുമായിട്ട് ഒരു പാർട്ട്ണർ ചെയ്യരുതെന്നാണ്, ഒരിക്കലും നിങ്ങൾ ആ റോൾ എടുക്കരുതെന്നാണ് നമ്മൾ പറയാറ്. നിങ്ങളുടെ അച്ഛനാവാം ആ കുട്ടിയുടെ അച്ഛൻ്റെ റോൾ എടുക്കുന്നത്, നിങ്ങളുടെ ആങ്ങളൊക്കെ ആകാം, നിങ്ങളുടെ കൂട്ടുകാരനാകാം, അവൻ്റെ സാറിനാവാം, അവൻ്റെ കോച്ചിനാകാം. ഇതൊക്കെ റോൾസ് ആണ്, അതെടുത്താൽ മതി. അല്ലാണ്ട് ഇത് നമ്മൾ തന്നെ ചെയ്യണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആരാണോ അത് ചെയ്യുന്നത്, വി കോൾ ദം മാനേജിങ് പാരൻസ്, അവർ ഇമോഷണലി ഫിസിക്കലി മെൻ്റലി സ്റ്റേബിൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ ഫുള്ള് പോക്കാണ് എന്നിട്ട് ഞാനൊരു കുഞ്ഞിനെ നോക്കാമെന്ന് പറയുന്നത് നോ പോസിബിൾ അല്ല. അത് ചെയ്യരുതെന്നാണ്, റിക്വസ്റ്റാണ്, ചെയ്യരുത്, അത്രേ ഉള്ളൂ. ലെസ്ബിയൻ ആണെങ്കിൽ എന്താ, ഇപ്പോൾ ഒരു കപ്പിൾ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ, ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അഡോപ്ഷൻ, ഞാൻ പറയും അഡോപ്ഷനും നിങ്ങൾ ട്രൈ ചെയ്യൂ. എന്തോരം കുഞ്ഞുങ്ങളുണ്ട്. അതും പാരൻറ്റിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു യു വോണ്ട് ടു ബി എ പാരൻറ്റ്, വൈ പാരൻറ്റിങ്? അതിന് പ്രോപ്പറായിട്ടൊരു ആൻസർ നിങ്ങൾ പറയണം. സമൂഹം കുറച്ച് കാലത്തേക്കേ ഉള്ളൂ, അത് കഴിയുമ്പോൾ നിങ്ങളാണ് ആ കുഞ്ഞുങ്ങളെ നോക്കേണ്ടത്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ബട്ട് ഒരു അബ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം പറയുവാനാണെങ്കിലും അവരുടെ വീട്ടിൽ അങ്ങനെ ആയാൽ അവരെങ്ങനെ ആയിരിക്കും ചെയ്യുക? അവർക്ക് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് പഠിപ്പിക്കാൻ. ബട്ട് ഐ വുഡ് സേ നമുക്കിപ്പോൾ കുഞ്ഞു കുട്ടികൾ, ഇപ്പോൾ CBSE കരിക്കുലത്തിലൊക്കെ CSE കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിവരെ പഠിപ്പിച്ച് വരും. ഓക്കെ, ഇവർ കോമഡി അറിയില്ല. അതിപ്പം ഞാൻ ആക്ച്വലി ചിന്തിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് ശരിക്കും മെയിനായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവനെ എക്സാമിന് ഞാനിങ്ങനെ പഠിപ്പിക്കുക, മാൻമെയ്ഡും ആർട്ടിഫിഷ്യൽ മാൻമെയ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ്, നാച്ചുറൽ തിങ്സ്, മാൻമെയ്ഡ് തിങ്സ് എന്നൊക്കെ പറഞ്ഞു. മാൻമെയ്ഡ് തിങ്സിന് ഡെഫിനേഷൻ പഠിപ്പിക്കുമ്പോൾ ചോദിക്കുകയാണ്, എന്താ മാൻമെയ്ഡ് തിങ്സ് ആയത്? നമ്മൾ മനുഷ്യനുണ്ടാക്കിയതുകൊണ്ട്, അപ്പോൾ അത് ഹ്യൂമൻ മെയ്ഡ് അല്ലേ? ആണ്. പിന്നെ എന്തിനാ മാൻമെയ്ഡ് എന്ന് പഠിപ്പിച്ചേ? അപ്പോൾ അത് ആക്ച്വലി ശരിയാണ്, പക്ഷേ ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവിടെയും ചേഞ്ച് വേണം. ഓക്കെ, ഇനി നമ്മൾ യങ് വൺസിനെ കുറിച്ച് പഠിപ്പിക്കും, ഇല്ലേ? ലയണിന് കബ്ബാണ്, മനുഷ്യനെന്ന് പറയുമ്പോൾ എന്താണ്, ബോയ് ഓർ ഗേൾ അങ്ങനെ പഠിപ്പിക്കരുത്.
അപ്പൊ കുഞ്ഞിലെ നമുക്ക് ഇത് ഇപ്പൊ കേൾക്കുമ്പോൾ ആൾക്കാർ പറയും കണ്ട ചെറിയ കുട്ടികളുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെക്കുന്നു എന്ന് പറയാം. അങ്ങനെയല്ല, ആൺകുട്ടി പെൺകുട്ടി എന്ന് പഠിപ്പിക്കുന്നത് എന്തിനാ? കുട്ടികൾ ഉണ്ടാവാം, കുട്ടികളുടെ ജെൻഡർ എന്താണെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. അത് അവരൊരു വേറൊരു വ്യക്തിയല്ലേ. നമ്മൾ എന്തിനാ അവരുടെ മേളിലേക്ക് നിങ്ങളൊരു പെൺകുട്ടിയാണ്, നിങ്ങളൊരു ആൺകുട്ടിയാണെന്ന് അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ്? ശിശു പരിപാലനം ഒരേപോലെയല്ലേ ചെയ്യുന്നത്, ആരാണെങ്കിലും ഏത് കുട്ടിയാണെങ്കിലും. അതിൻ്റെ ഐഡന്റിറ്റി പിന്നെയാ. അപ്പം ഞാൻ പറയണേ, ഇപ്പോൾ ഉള്ളത് അവിടെ നിൽക്കട്ടെ, ഇനി വരുന്ന കുഞ്ഞുങ്ങൾക്കെങ്കിലും നിങ്ങളത് പറഞ്ഞു കൊടുക്കുക. അപ്പം അവർ വലുതായി വരുമ്പോൾ അവർക്ക് ഈ ആൾക്കാരെ കാണുമ്പോൾ എന്ത് തോന്നില്ല, അവർ ഇൻക്ലൂസീവായിട്ട് അങ്ങ് വളർന്നോളും. അതിനുള്ള സ്പേസ് ആണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ട്രാൻസ് കമ്മ്യൂണിറ്റീസ് നേരിടുന്ന പ്രധാന മാനസിക വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ബാക്കി സൈക്കോളജി സൈക്യാട്രിക് അവിടെ ഇരിക്കട്ടെ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരെ അവരായിട്ട് അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാനായിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ഈ സാരിയൊക്കെ കൊടുത്ത് പുറത്ത് പോകുമ്പോൾ അതൊരു പെണ്ണാണെന്നെങ്കിലും ആളുകൾ വിചാരിക്കുന്നത് തന്നെ എനിക്കൊരു സ്പേസാണ്. വനിതകളെന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഇരിക്കാം, വനിതകളുടെ ടോയ്ലറ്റ് എനിക്ക് ഉപയോഗിക്കാം. എൻ്റെ അടുത്ത് ഇടിച്ചു കയറി ഒരു ആണ് വന്നിരുന്നാലും ആളുകൾ ഇങ്ങനെ എന്താ കാണിച്ചതെന്നൊരു രീതിയിൽ നോക്കുമെങ്കിലും ചെയ്യും, പറഞ്ഞില്ലെങ്കിലും. പക്ഷെ ഒരു ട്രാൻസ്ജെൻഡറിന് ഇതുപോലും ഇല്ല. ഇനി ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് പോയി പഠിക്കാം, സ്കൂളിൽ തന്നെ ആരും കളിയാക്കില്ല. അതെ, എൻ്റെ ജെൻഡറിൻ്റെ പേര് വിളിച്ച് കളിയാക്കില്ലല്ലോ. എനിക്ക് പഠിക്കാം, എൻ്റെ ടീച്ചേഴ്സ് മര്യാദയ്ക്ക് എൻ്റെ ആസ് മീ ആണ് കാണുക. വഴക്ക് പറയുന്നത് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, ബുള്ളിങ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. എനിക്ക് എന്തെവിടെയെങ്കിലും പഠിക്കാം, ഐ എം ഫ്രീ ടു ലേൺ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ ട്രാൻസ്ജെൻഡേഴ്സിന്? ഇല്ല. എനിക്ക് എവിടെയും ജോലി ചെയ്യാം, ഒരു വീട്ടുപണിക്കാണെങ്കിലും എനിക്ക് പോവാം. ഞാൻ സ്ത്രീ ആയിട്ട് പറയണം കേട്ടോ, എന്നെ ആരും ഒന്നും ചെയ്യില്ല, ഞാൻ സ്ത്രീയാണ്, എനിക്ക് കുഴപ്പമില്ല. ട്രാൻസ്ജെൻഡേഴ്സിന് അത്രയെങ്കിലും പറ്റുമോ? ഒരു ആൺകുട്ടിയാണ്, എനിക്ക് സൈഡിലിരുന്ന് കപ്പലണ്ടി വിൽക്കാം, ലോട്ടറി ടിക്കറ്റ് വിൽക്കാം. പെൺകുട്ടികൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുള്ളൂ. കണ്ട പെങ്കൊച്ച് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് വളർത്തുന്നത്. ട്രാൻസ്ജെൻഡറിന് അങ്ങനെ ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതാ വേണ്ടേ, ബേസിക്കലി ഇതാണ് വേണ്ടത്. ഞാൻ പറയണേ, ഇഫ് യു ഹാവ്, കേൾക്കുന്നവർക്ക് ഒരു ഓഫീസോ സ്വന്തമായിട്ടൊരു ഇതോ ഉണ്ടെങ്കിൽ പ്ലീസ് ബി ഓപ്പൺ. ഒരു റിസപ്ഷനിസ്റ്റായിട്ട് ട്രാൻസ്ജെൻഡർ ഇരിക്കട്ടെ, എന്താ കുഴപ്പം? ശരിക്കും അവർക്ക് ജോലി ചെയ്യുന്നതിന് എന്താണല്ലേ ബുദ്ധിമുട്ട്? പക്ഷെ എവിടെയുള്ളത്? എത്ര ഹോട്ടൽസിൽ പോയിട്ടുണ്ടാവും, എത്ര ഷെഫ്സിനെ കണ്ടിട്ടുണ്ടാവും, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും? ഓർമ്മയിലില്ല, കണ്ടിട്ടില്ല. പഠിച്ച കോളേജിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു ട്രാൻസ്ജെൻഡർ അധ്യാപിക? ഇപ്പോൾ ഒരാളുണ്ട് കേട്ടോ. ഇല്ല, ഒരാളാണുള്ളത്. ഒരെഴുത്തുകാരുണ്ട് നമുക്ക്, വിജയരാജ മല്ലിക. അങ്ങനെയാണോ ഉള്ളത്? എത്രയോ പേരുണ്ട്. എന്താ അവർക്ക് പ്രശ്നം? അതാണ് സമൂഹം ഈ ട്രാൻസ്ജെൻഡറോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് തോന്നണം കേട്ടോ. മറ്റൊന്ന്, ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ എന്താ പറയുക, ലൈംഗിക തൊഴിലാളി ആ രീതിയിലേക്കും കൂടെ ലേബൽ ചെയ്യുന്ന രീതി കാണാറുണ്ട്. അതായത് അത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സാധനം ഇല്ലാത്തത് കൊണ്ടാണ്. ഇവർക്കും ജീവിക്കണ്ടേ? വീട് എന്ന് പറഞ്ഞാൽ ഇപ്പം അച്ഛനമ്മ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ട്രാൻസ് ആണെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും വളരെ, എനിക്ക് ഒരു കുഴപ്പമില്ല മക്കളെ, സാധാരണ ആൺകുട്ടി പെൺകുട്ടിയെ പോലെ നിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ വേറൊരു കുഴപ്പമില്ല. അപ്പോൾ അച്ഛനും അമ്മയും തന്നെ എടുക്കാമെന്ന് വിചാരിക്കും റെസ്പോൺസിബിലിറ്റി, പഠിപ്പിക്കുന്നു, അന്തസ്സായിട്ട് ജോലി, അതുവരെ കൂടെ നിൽക്കുന്നു. സൊസൈറ്റിന്ന് വിട്ടേക്ക്. അറ്റ്ലീസ്റ്റ് വീട്ടിൽ വന്നിട്ട് അമ്മ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആണോ ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഒരാളുണ്ടായിക്കൂടെ? അത് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ? അങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ ഇറക്കി വിടും. അല്ലെങ്കിൽ അച്ഛനും അമ്മയും തന്നെ ഇവരെ മോശമായിട്ട് ലേബിൾ ചെയ്യും, വേശ്യ എന്ന് വിളിക്കും, ആണും പെണ്ണും കെട്ടവനാണെന്ന് പറയും. പിന്നെ എവിടെ പോവും? തെരുവിലേക്കാണ് ഇറങ്ങിപ്പോണത്. തെരുവിൽ പോയിട്ട് പഠിക്കാത്ത ഒരാൾ ഇനി പഠിച്ചിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഇതുപോലെ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു എയർ ഹോസ്റ്റസ് ആകുമ്പോൾ നടക്കും? ഇല്ല. എന്താ നടക്കാത്തേ? അങ്ങനെ നടക്കുവാണെങ്കിൽ ഇതൊക്കെ വ്യത്യാസം വരും. പിന്നെ അവർക്ക് ആകെപ്പാടെ ജീവിക്കണ്ടേ? എല്ലാവർക്കും ഭക്ഷണം വേണം, എല്ലാവർക്കും വിശക്കും, എല്ലാവർക്കും ജീവിക്കണം. എല്ലാവർക്കും ജീവിക്കണം. അതിനൊരു വേ ഇല്ല. പിന്നെ ഇതേ ഉള്ളൂ. ഞാൻ ന്യായീകരിക്കുകയല്ല, പക്ഷെ അവരുടെ ഒരു ഏറ്റവും എന്തൊരു ബുദ്ധിമുട്ടിലായിരിക്കും അവരത് ചെയ്യുക. ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്, ആരും സന്തോഷമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല, വൃത്തികേടായിട്ടാണ് പറയാറുള്ളത്. അതിപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും ഹാപ്പി ആയിട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട്? അപ്പം അങ്ങനെ ഞാൻ പറയണ സമൂഹത്തിൽ ഒരുപാട് റീഡിസൈനിങ് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കണം. ലെറ്റ്സ് ഹാവ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ അസ്. എന്ത് രസമായിരിക്കും. നമ്മളും ഇപ്പോൾ ഒരു കുഞ്ഞ് എന്നുണ്ടാവുമ്പോൾ 25-ൽ ജനിച്ചൊരു കുഞ്ഞിൻ്റെ ചുറ്റും അതൊരു 5 വയസ്സാകുമ്പോൾ 20-30-ൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ബസ് കണ്ടക്ടർ, മെട്രോയിൽ പോകുന്ന, അല്ലെങ്കിൽ ഡ്രൈവർ, അല്ലെങ്കിൽ
ചുറ്റുമുള്ള മനുഷ്യരിൽ ഈ എല്ലാ വെറൈറ്റീസും ഉണ്ടെങ്കിൽ അവർക്കത് ഇതാരാന്ന് തോന്നില്ലല്ലോ. അക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും, മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ കുറച്ച് പേര് മതി, എല്ലാവരും മാറണ്ട, കുറച്ച് പേരെങ്കിലും മാറി ഇവർക്ക് എല്ലാവർക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കൂ. അപ്പോൾ ഞാൻ മെയിലാണെന്ന് പറയാനുള്ള പേടി ആദ്യം മാറ്റ്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് പതുക്കെ മാറാം. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ എൻ്റെ മകനും മകളും വരുന്നു, ഒരു 10 സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിക്കും. ആ 10 സ്റ്റാഫിൽ 2 ട്രാൻസ്ജെൻഡേഴ്സിനെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ പിള്ളേരെങ്കിലും അത് കാണില്ലേ. അപ്പോൾ 100 കുട്ടികളെ മാറ്റി നിർത്തുക, അറ്റ്ലീസ്റ്റ് ഈ കുഞ്ഞുങ്ങളെങ്കിലും ഇവരെ കണ്ടു പരിചയമുള്ള ആൾക്കാരല്ലേ. 98 പേര് കല്ലെറിഞ്ഞാലും ഈ 2 പേര് അവരുടെ കൂടെ ഉണ്ടാവില്ലേ, മതി. അത്രയും ചെറിയ ചേഞ്ചെങ്കിലും ചെയ്യാൻ നമുക്ക് നോക്കാം. അതാണ് സ്മോൾ ചേഞ്ച്. എന്താണ് ഈ ക്വയർ ഇൻഫർമേറ്റീവ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അതായത് ഒരു പരിധി വരെ ഇത് ഇപ്പോൾ ക്രിസ്റ്റിൻ എന്നോട് ആദ്യം ചോദിച്ച പോലെ ഇതൊരു തോന്നലല്ലേ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ്ലി നമുക്ക് മാറ്റാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയുന്ന പോലെ നമുക്ക് തന്നെ ഭയങ്കര ഒരു ബയസ്ഡ് ആവില്ലേ. എനിക്കൊരു 8-9 വയസ്സുള്ള സമയത്ത് എനിക്ക് തോന്നുകയാണ് ഞാൻ ബോയാണ്. ഞാൻ പോയി കാണുന്ന സൈക്യാട്രിസ്റ്റ് ആണെങ്കിലും സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എന്നോട് പറയില്ല മക്കളെ വെറുതെ ഒരു തോന്നൽ മാത്രമാണ്, അങ്ങനെയൊന്നും അല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ അത് കുത്തിവെച്ച് തന്നാൽ എനിക്ക് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റുമോ? ഇല്ല. ഞാനും വിചാരിക്കില്ല. എന്നാൽ ശരിക്കും അവർ പറഞ്ഞായിരിക്കും, അവർ ഇത്രയും പഠിച്ചിരുന്ന ആൾക്കാരല്ലേ, അവർ പറഞ്ഞായിരിക്കും ശരി കേട്ടോ, എനിക്കായിരിക്കും തോന്നൽ. എൻ്റെ തോന്നൽ ഞാൻ സപ്രസ് ചെയ്ത് വെക്കും. ബട്ട് ഹൗ ലോങ്? ഒരു കാലത്തിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആരുടെയെങ്കിലും ഭാര്യയായിരിക്കും, കുഞ്ഞുങ്ങളുടെ അമ്മയായിരിക്കും. അപ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവാൻ ഞാൻ ശരിക്കും ഒന്നതല്ല. അപ്പം ഞാൻ വെറും ടെറർ അമ്മയായിട്ട് മാറും. മനസ്സിലാവണ്ട? അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. പിന്നെ അങ്ങനെ മരിക്കുക, അങ്ങനെ ജീവിച്ച് മരിക്കുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ടാണ് ക്യൂർ അഫർമേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ആരാണോ വരുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയോ അവരുടെ എക്സ്പ്രഷനോ അവരുടെ ഓറിയൻറ്റേഷനോ ഒന്നും ആസ് എൻ എക്സ്പേർട്ട് നമുക്ക് വിഷയമല്ല. അവർ നമ്മുടെ അടുത്തേക്ക് വന്നത് എന്തിനാണ്? ആ ഒരു പ്രോബ്ലം മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മളായിട്ട് അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ്, നിങ്ങളിങ്ങനെയല്ല എന്നൊന്നും പറയരുത്. പറയുന്ന ആൾക്കാരുണ്ട്, വെരി സോറി. ബട്ട് അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ തന്നെ ഒരു ലേബിൾ വെക്കണേ. അതായത് ഇപ്പോൾ ക്രിസ്റ്റീന എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയണം, മാം എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. ഓ, ഈ എക്സ്ക്ലമേഷൻ തന്നെ പ്രോബ്ലമാറ്റിക് അല്ലേ? അതെ അതെ. അപ്പം ഇത് ചെയ്യരുതെന്നാണ്, അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ എന്ന് ഞങ്ങളുടെ തലയിൽ എഴുതി വെക്കുന്നതാണ്. ഞാനെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാം കേട്ടോ, ഇങ്ങനെയൊന്നല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ട്രാൻസ്ജെൻഡർ ആണെങ്കിലും ട്രാൻസ്മെൻ ആണെങ്കിലും ട്രാൻസിൻ്റെ കൗൺസിലിംഗ്, ട്രാൻസിൻ്റെ തെറപ്പി, ട്രാൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അവരുടെ അടുത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളിലാണെങ്കിലും അവരുടെ ഒരു ഇറ്റ്സ് നോട്ട് ലൈക്ക് അത് ഒരു സ്ത്രീയോട് പറഞ്ഞതുപോലെ അല്ലല്ലോ പുരുഷനോട് പറഞ്ഞു കൊടുക്കുക. അത് തന്നെയാണ് അവിടെ ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെ അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടാവേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില ആൾക്കാർ സോഷ്യലി കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇപ്പം ഞാൻ വളരെ എന്താ പറയുന്നത് കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന ഒരാളാണ് ഞാൻ വിചാരിക്കൂ. എനിക്ക് ചിലപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിരിക്കില്ല ഒരു ലെസ്ബിയൻ കപ്പിളിൻ്റെ പ്രശ്നം തീർക്കാൻ. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടുള്ളൊരു കാര്യം, ലെസ്ബിയൻ കപ്പിള് വന്നിരിക്കുന്നു കപ്പിൾ തെറപ്പിക്ക്, എന്താ ചെയ്യണ്ടേ? ആ ഡൗട്ട് തന്നെ ഉണ്ടാവാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ക്യൂർ അഫർമേഷൻ ഉള്ളവരിരിക്കട്ടെ എന്ന് പറയണത്. ശരിക്കും എന്താ വ്യത്യാസം? 2 മനുഷ്യർ വരുന്നു, അവർ തമ്മിലൊരു പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യൂ, അതിനല്ല എൻ്റെ ജോലി. അതെ, അതിന് അവരുടെ ജെൻഡറിന് അല്ലെങ്കിൽ അവരുടെ ഓറിയന്റേഷൻ എന്ത് പ്രസക്തിയുള്ളത്? അതങ്ങനെ മനസ്സിലാക്കാൻ പറ്റണം. പറ്റാത്ത ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ടാഗൊക്കെ വെച്ചിട്ടിരിക്കുന്നത്. അതുപോലെ മെഡിസിൻ കൊടുത്താൽ ഇത്തരം ചിന്ത മാറ്റാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു മിത്ത് കറങ്ങി നടക്കാറുണ്ട്. പിന്നെ ഒരു ബേസിക് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ബ്രെയിൻ പറയുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ ബ്രെയിൻ പറയുകയാണ്, കണ്ണിനോട് പറയാണ് കാണൂ, നോക്കൂ, അങ്ങോട്ട് നോക്കൂ എന്ന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും മരുന്ന് കൊടുത്ത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഐഡന്റിറ്റിയും. നിങ്ങളുടെ ബ്രെയിനാണ് പറയുന്നത് നിങ്ങൾ ആണാണ് എന്ന്. എനിക്ക് ഫീമെയിൽ ബോഡി ഉണ്ടായതുകൊണ്ട് എന്ത് കാര്യമുള്ള? എനിക്കത് മാറ്റാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട്, ഇത് ബയോളജിക്കലാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട്, യു കാൺ ക്യൂർ ഇറ്റ്. അതേപോലെ ഞാനൊരു മിത്ത് പറയാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ സ്കാൻ ചെയ്താൽ ഗേ ആണോ എന്നറിയാൻ പറ്റുമോ? ട്രാൻസ് ആണെന്ന് അറിയാൻ പറ്റുമോ? ഇതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പാർട്ട്ണർ എനിക്ക് അത്ര താല്പര്യം ഇല്ല മാം, എന്നോട് അങ്ങനെ അയാൾ ഗേ ആണെന്ന് അറിയുന്നതിന് വകുപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല, ഐ മീൻ അത്രയും പോലും അറിയില്ല. മാം എന്തെങ്കിലും ഒരു സ്കാൻ ഉണ്ടാവുമോ? എൻ്റെ വൈഫ് ഉണ്ടല്ലോ ലെസ്ബിയൻ ആണെന്ന് തോന്നുന്നു, അവൾ എപ്പോഴും ഗേൾസ് പാർട്ടിയാണ് കേട്ടോ, എൻ്റെ അടുത്താണെങ്കിൽ സെക്ഷലി ഒരു താല്പര്യവും ഇല്ല താനും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത്
ഞാൻ പറയുന്നത് അവരത്രയും പ്യുവറായിട്ട് അവരുടെ ഡൗട്ട് ചോദിക്കുന്നേ. പറഞ്ഞു കൊടുക്കും, ഇല്ല സുഹൃത്തെ അങ്ങനൊന്നും ഇല്ല, അങ്ങനെ പറ്റില്ല, അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഇല്ല, സ്കാൻ ഇല്ല, അങ്ങനൊന്നും ഇല്ല. എൻ്റെ അറിവിലില്ല. ലെറ്റ് മീ കറക്റ്റ്, ഉണ്ടോയെന്നറിയില്ല, എൻ്റെ അറിവിൽ എന്തായാലും ഇല്ല. ഓക്കെ. അതുപോലെ സർജറിക്ക് മുന്നേ നമ്മളൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത് എത്രത്തോളം ഗുണം ചെയ്യും? 100% ഗുണം ചെയ്യും. അതും തെറാപ്പിസ്റ്റ്, പ്ലീസ് ചൂസ് വൈസ്ലി. നല്ല തെറാപ്പിസ്റ്റ്, ഓക്കെ. അതായത് ഒതൻറ്റിക് ആയിട്ട് പഠിച്ച് നല്ല സർട്ടിഫിക്കറ്റ്സ് ഉള്ള അങ്ങനെ ഒരാളുടെ അടുത്ത്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ശരിക്കും നമ്മുടെ ക്ലാരിറ്റി കിട്ടും. സി ഞാൻ ട്രാൻസ്ജെൻഡർ ആണ്, ഇത് പറയുന്നത് തന്നെ ഭയങ്കര വിരോധാഭാസമാണ്. കാരണം അവർ അനുഭവിക്കുന്ന ശരിക്കുള്ള സാധനത്തിൻ്റെ എനിക്ക് അറിയാത്തൊരു മനുഷ്യനാണ് ഞാനിങ്ങനെ ഒരു എക്സാമ്പിളിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ആൾ ശരിക്കും അയാൾക്ക് ചിലപ്പോൾ മാറണമെന്ന് പോലും ഉണ്ടാവില്ല. ഒരു പക്ഷേ ഇങ്ങനെ മതി, ഐ എം ഫൈൻ, ഐ എം കംഫർട്ടബിൾ, ബട്ട് മൈ പ്രോബ്ലം ഇസ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഇയാൾക്ക് ട്രാൻസ് വുമൺ ആവണം എന്ന് ഉണ്ടാവില്ല. അതാണ് ക്ലാരിറ്റി. എന്തിനാണ്, എങ്ങനെയാണ്, അത് ഓരോരുത്തർക്കും ഡിഫറെൻറ്റാണ്. ചില ആൾക്കാർക്ക് ശരിക്കും ട്രാൻസ് വുമൺ ആവണം, ട്രാൻസ് മെൻ ആവണം എന്നുണ്ടാകും. അപ്പോൾ അപ്പോഴും അവർക്ക് ക്ലാരിറ്റി ഉണ്ട്. എന്താ ക്ലാരിറ്റി? റിയാലിറ്റിയാണ്. യുവർ ബോഡി ഈസ് ഗോയിങ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ചേഞ്ചസ്. ഓക്കെ, നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കുന്ന സമയത്ത് മെന്നാണെങ്കിൽ എന്താ, ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, ഈസ്ട്രജൻ പ്രൊഗെസ്ട്രോൺ എല്ലാം മാറണം. നമ്മുടെ എല്ലാ ഇതും കാണുന്ന രീതിയിലുള്ള വിഷ്വലി നമ്മുടെ എല്ലാം മാറണം. ആ സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നോ, നമ്മളൊരു ഇപ്പോൾ കാണുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അവരൊരു പ്രഗ്നൻസിക്ക് കോൺട്രാസെപ്റ്റീവ്സ് പോട്ടെ, മെൻസ്ട്രേഷൻ മാറ്റി വെക്കാനുള്ള ഒരു പിൽസ് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി ഹോർമോൺ ഡിഫറൻസ് ആകുമ്പോഴത്തിൻ്റെ അവസ്ഥ എന്താ? ഭയങ്കര അങ്ങനെ ഒരു ആൾ നമുക്കുണ്ട്. ഇപ്പം മെന്നിന് അത് മനസ്സിലാവില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. അവർക്ക് അങ്ങനെ ഒരു സംഭവമില്ല. ബട്ട് അവരൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇത് ഇൻജെക്ട് ചെയ്തിട്ടാണ് മാറുന്നത്. അപ്പോൾ അവർക്ക് ഹെൽപ്പ് വേണ്ടേ? ആൻസൈറ്റി ഉണ്ടാകാം, സ്ട്രെസ് ഉണ്ടാകാം, ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടാകാം, ഹൈപ്പർ വിജിലൻസ് ഉണ്ടാകാം, ഇല്ലേ, ഡിപ്രഷനിലേക്ക് തന്നെ പോയെന്നും വരാം. അപ്പോൾ അവിടെ ഒബ്വിയസ്ലി ഇങ്ങനെ ഒരാൾ വേണം. അതും ഒരു സെറ്റിംഗ് 2 സെറ്റിംഗ് എന്നല്ല, ത്രൂ ഔട്ട് ദ ജേർണി ടിൽ ദ ടൈം ദേ ആർ കംപ്ലീറ്റ്ലി ഓക്കെ. അങ്ങനെ ഒരു സാധനം ഇല്ല ഇൻ ബിറ്റ്വീൻ, നമുക്ക് സ്പെഷ്യൽ എടുക്കേണ്ടവർ, അപ്പം നമുക്കാണെങ്കിലും വേണ്ടേ, അങ്ങനെ ഉണ്ടാവണം. ഇറ്റ്സ് മാൻഡേറ്ററി. സർജറിക്ക് ബിഫോറും ആഫ്റ്ററും അപ്പം തെറാപ്പി എടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഹോർമോൺ ചേഞ്ചസ് അവരെ അത്രയധികം ബാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ബോഡിയിൽ അണ്ടർഗോ ചെയ്യുന്ന പെയിൻ, റീകൺസ്ട്രക്ഷൻ ഓഫ് പീനസ് ഓർ വെജൈന അല്ലെങ്കിൽ വൾവ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് പ്രോസസ്. അത് കയ്യിലൊരു ഇച്ചിരി മുറിവ് വെച്ചോണ്ട് നോക്കിക്കേ, നല്ല വേദന. പിന്നെ പീനസൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മൂത്രം ഒഴിക്കണം. ഇപ്പോൾ വജൈന ഉണ്ടാക്കി കഴിഞ്ഞാലും മൂത്രം ഒഴിക്കണം. അത് ഭയങ്കര നമുക്കങ്ങനെ, നമ്മൾ നാച്ചുറലി ഇപ്പോൾ നമുക്ക് അങ്ങനെ ആയതുകൊണ്ട് നമുക്കത് അറിയില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ അല്ല എന്നല്ല. ഇനി ഏറ്റവും ഇതിപ്പോൾ ആക്ച്വലി എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഇത്. അതായത് ഇപ്പോൾ ക്രിസ്റ്റിന പറഞ്ഞ സെക്സ് ചെയ്യാനാണ് ഇങ്ങനെ മാറുന്നത്. ഒരു കാര്യം അറിയാം, അതായത് നമ്മൾ ഈ ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലിബിഡോ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ അതൊരു സൈഡ് എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. കാലങ്ങൾ റെഡിയായി പതുക്കെ ട്യൂണിൻ ചെയ്തിട്ടാണ് അവരങ്ങനെ വരിക. അവരുടെ മെയിൻ നീഡ് എന്ന് പറയുന്നത് ഇൻ്റർകോഴ്സ് നടക്കലല്ല. അതെനിക്ക് എന്താണ് ഇവർക്ക്, ഇപ്പോൾ ക്രിസ്റ്റിനൊക്കെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ക്രിസ്റ്റിൻ അവിടെ ലോക്കായില്ലേ, ആ ഒരു സമയത്ത് ഇൻ്റർകോഴ്സ് ചെയ്യാനാണോ ഇമ്പോർട്ടൻറ്റ്? എടോ ഗൈസ്, ഞാൻ പെൺകുട്ടിയാണ്, നിങ്ങളെന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കാഴ്ചപ്പാടിന് ഉണ്ടാവേണ്ട വ്യത്യാസം. ഇറ്റ്സ് നോട്ട് അബൌട്ട് സെക്സ്വൽ ഇൻ്റർകോഴ്സ്. ഈ ബേബി മേക്കിങ്ങിന് ഭയങ്കര സീരിയസ് ആയിട്ട് ആളുകൾ കാണും. ബേബി മേക്കിനേക്കാൾ ഉപരി സെക്ഷൽ പ്ലഷർ അതുണ്ട്. അതിന് വേണ്ടിയിട്ടല്ല അവരാരും പോയി ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ഞാൻ അങ്ങനെയല്ല പറയണേ. ബട്ട് ഇതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തരുത്. അത് അവരത്രയും അവർക്ക് മടുത്തിട്ടുണ്ട് അവരുടെ ഈ ഒരു ട്രാപ്ഡ് ഇൻസൈഡ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും. ഓക്കെ, ഞാൻ എൻ്റെ ബോഡിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. എനിക്ക് എന്തിനാണ് ഇങ്ങനെ ബ്രസ്റ്റ് ഉള്ളത്? ഞാൻ മാനല്ലേ? നല്ല ബലിഷ്ടമായ ചെസ്റ്റ് അല്ലേ വേണ്ടേ? വൈറ്റ് ഷോൾഡേഴ്സ് അല്ലേ വേണ്ടേ? എനിക്ക് എന്തിനാണ് മെൻസ്ട്രേഷൻ ഉള്ളത്? ഞാൻ മെന്നല്ലേ? ഞാൻ എന്നെ തന്നെ വെറുക്കില്ലേ? ബോഡി പോസിറ്റിവിറ്റിയെക്കുറിച്ച് പറയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന സാധനം. അവിടെ നിൽക്കുന്നൊരു മനുഷ്യന് ഇൻ്റർകോഴ്സ് അല്ല, സെക്ഷൽ പ്ലഷർ അല്ല, അയാളായി അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. അതിനാണ് അവർ ഈ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത്. അതിന് അവരുടെ തെറ്റെന്താണ്? ഒരു തെറ്റുമില്ല. പ്ലീസ് അക്സെപ്റ്റ് ദം ദ വേ ദേ ആർ. ഇഫ് യു കാൻ അക്സെപ്റ്റ്, അറ്റ്ലീസ്റ്റ് ഡോണ്ട്
എന്താ ഇൻസൾട്ട്. ഈ സമൂഹത്തിനോട് എന്ത് ഉപദേശമാണ് മാം കൊടുക്കാനുള്ളത്? തന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം എന്നില്ല. ഉപദ്രവിക്കാതിരിക്കുക. ഉപദ്രവിക്കണ്ട. ബേസിക്കലി വേർബലി, ഫിസിക്കലി, മെൻ്റലി ഒന്നും ചെയ്യാതിരിക്കും. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പറഞ്ഞിട്ട് പോയിക്കോ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് പോയാലും കുഴപ്പമില്ല. ദാറ്റ്സ് ഫൈൻ. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ക്രിസ്റ്റീന എൻ്റെ അടുത്ത് വന്ന് ഹായ് മാം എന്ന് പറയും, ഞാൻ കുറച്ച് തിരക്കാട്ടോ, ഞാൻ പിന്നെ മിണ്ടാം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ? അതെ. ഞാൻ മൈൻഡ് ചെയ്യാൻ മുഖം തിരിച്ച് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇൻസൾട്ടിങ് ഭയങ്കരമായി. സോ ഡോണ്ട് ഡു ദാറ്റ്. അത്രയും മതി. അവരുടെ ഉള്ളിൽ ട്രോമ ഭയങ്കര ഭീകരമായിരിക്കും അല്ലേ? ഇത് എനിക്ക് മനസ്സിലായിടത്തോളം സൈക്കോളജി ഈ മെൻ്റലൊക്കെ മാറ്റി വെച്ചാൽ എനിക്ക് മനസ്സിലായതിൽ വെച്ചിട്ട് ഇതാണ് ഭീകരം. അവോയ്ഡ്. അപ്പം ഞാൻ ഈ സാരി കൊടുത്തിട്ട് ഒരാൾ പോകുമ്പോഴത്തേനും എന്ത് അല്ലേ, ചെറുക്കനായിട്ട് സാരി എടുത്താൽ പെണ്ണ് പോകണു, ഭ്രാന്താണെന്ന് പറയുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മാറിയാൽ തന്നെ എൻ്റെ കാര്യം റെഡി ആയില്ലേ? ഞാനിങ്ങനെയാണ്, അതിനെന്താണ്? അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കണ്ണിലൂടെ മറ്റുള്ളവരെ നോക്കാതിരിക്കുമോ? നിങ്ങളൊരു സ്ത്രീ ആവാം, നിങ്ങളൊരു പുരുഷനാകാം, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും എക്സ്പ്രഷനും സിമിലർ ആകാം. കാരണം നിങ്ങളാണ്, നിങ്ങളുടെ മുൻപിലിരിക്കുന്നത് വേറൊരു ഹ്യൂമൻ ബീങ് ആണ്. അവരെന്താണെന്ന് തീരുമാനിക്കാനും എങ്ങനെ ജീവിക്കണമെന്ന് വിചാരിക്കാനും ഒബ്വിയസ്ലി മനുഷ്യനും സമൂഹത്തിനും പ്രകൃതിക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്ക് റൈറ്റ് ഉണ്ട്. ലെറ്റ് ദം ഡു ഇറ്റ്. പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത് അമൃത കെ ഫ്രാൻസിസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാം. ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം, ആരാണ് ട്രാൻസ്ജെൻഡേഴ്സ്, എങ്ങനെയാണ് അവർ ട്രാൻസ്ജെൻഡർ ആകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഉപകാരമാവുന്ന ഒരു ടോക്കായിരുന്നു. എസ്പെഷ്യലി എനിക്ക് കുറേ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ തല ഇങ്ങനെ എന്താ പറയുക, നമ്മൾ അറിയില്ലാത്ത കുറേ ഇൻഫോർമേഷൻ എടുക്കും, നമ്മുടെ തല ഇങ്ങനെ ഒന്ന് പുകയുമെന്നൊക്കെ പറയുന്നത് അതുപോലൊരു ഫീലിംഗ് ആണ്. താങ്ക് യു സോ മച്ച്. ഐ ഷുഡ് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അവർ ഒറ്റയ്ക്ക് ചുമ്മാ ഉണ്ടാക്കി വരുന്നവരല്ല. അവർക്ക് പോലും കൺട്രോൾ ഇല്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് പ്ലീസ് അക്സെപ്റ്റ് ദ വേ ദേ ആർ. ഇഫ് യു കാണ്ട് അക്സെപ്റ്റ്, അറ്റ്ലീസ്റ്റ് ഡോണ്ട് ഇൻസൾട്ട്. പ്ലീസ് ലീവ് ദം ഫ്രീ. ലെറ്റ് ദം ഓൾസോ ലീവ്. താങ്ക് യു സോ മച്ച് ക്രിസ്റ്റീന. താങ്ക് യു.